ഗുഡ് മോർണിംഗ് ഓൾ. നമുക്ക് ഇന്ന് AVR ഫാമിലി, അതായത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് AVR മൈക്രോ കൺട്രോളേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പം നമ്മൾ ലാസ്റ്റ് ഡേ AVR മൈക്രോ കൺട്രോളറിന്റെ ആർക്കിടെക്ചറും ഫീച്ചേഴ്സും അതിന്റെ കമ്പോണൻസും ഒക്കെ പഠിച്ചായിരുന്നു. ഓക്കെ, അപ്പൊ മെയിൻ ആയിട്ട് ഇതിനകത്ത് AVR ഫാമിലിയിൽ തന്നെ പല ടൈപ്പിലുള്ള മൈക്രോ കൺട്രോളേഴ്സ് ഉണ്ട്. ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ക്ലാസിക്, മെഗാ, ടൈനി, സ്പെഷ്യൽ പർപ്പസ്. ഓക്കെ, അപ്പൊ AVR ഫാമിലിയിൽ തന്നെ ഈ 4 ക്ലാസ് ഓഫ് ഗ്രൂപ്പ്സ് ഉണ്ട്. ഈ ഓരോ ഗ്രൂപ്പിലും മെമ്മറി വേരി ചെയ്യുന്നതിനനുസരിച്ച് പല പാർട്ടുകളുമുണ്ട്, പല മൈക്രോ കൺട്രോളേഴ്സും ഉണ്ട്. ഓക്കെ, അപ്പൊ ഓരോന്നും എന്തൊക്കെയാന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ക്ലാസിക് AVR. സോ ക്ലാസിക് AVR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒറിജിനൽ AVR ചിപ്പിനെയാണ് നമ്മൾ ക്ലാസിക് AVR എന്ന് പറയുന്നത്. സോ ഇപ്പോഴുള്ള ന്യൂ ആപ്ലിക്കേഷൻസിനൊന്നും നമ്മൾ ഇതിപ്പോൾ യൂസ് ചെയ്യുന്നില്ല. ആദ്യമായിട്ട് നമ്മുടെ AVRന്റെ മൈക്രോ കൺട്രോളർ ചിപ്പ് ഡിസൈൻ ചെയ്തപ്പോൾ ഉള്ള ഒരു കാറ്റഗറിയാണ് ക്ലാസിക് AVR. ഓക്കെ, സോ ഈ ക്ലാസിക് AVRന്റെ പേര് നമ്മൾ കൊടുക്കുന്നത് 80, 90, SXXXX എന്നാണ്. സോ ഈ 80 കൊണ്ട് ഉദ്ദേശിക്കുന്നത് അറ്റ്മെൽ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് AVR മൈക്രോ കൺട്രോളർ ചിപ്പ് പ്രൊഡ്യൂസ് ചെയ്ത് നമ്മുടെ ഇൻഡസ്ട്രിയിലോട്ട് കൊണ്ടുവന്നത്. അതുകൊണ്ടാണ് ആ കമ്പനിയുടെ നെയിമാണ് ആദ്യം കൊടുത്തിരിക്കുന്നത്. ദെൻ അടുത്തത് മെഗാ AVR. സോ മെഗാ AVRന്റെ പേര് നമ്മൾ പറയുന്നത് എങ്ങനെയാണ്, 80 മെഗാ XXXX. സോ ഈ XXXX കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത് ഈ ഓരോ മൈക്രോ കൺട്രോളറിലും എത്ര മെമ്മറി വരെ നമുക്ക് സ്റ്റോർ ചെയ്യാം എന്നതാണ്. ഓക്കെ, 80 എന്ന് പറയുന്നത് നമ്മുടെ അറ്റ്മെൽ കമ്പനി നെയിം, അതുപോലെ തന്നെ മെഗാ എന്ന് പറയുന്നത് AVRന്റെ കാറ്റഗറി മെഗായാണ്. ഇതിൽ തന്നെ ഈ മെഗാ കാറ്റഗറിയിൽ തന്നെ പല മെമ്മറി സൈസ് വെച്ചിട്ട് നമുക്ക് മൈക്രോ കൺട്രോളേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതിന്റെ മെമ്മറി സൈസ് വേരി ചെയ്യുന്നത് 4K എന്ന് പറഞ്ഞ കിലോ ബൈറ്റ്സ്, 4K to 256K കിലോ ബൈറ്റ്സ് വരെ പ്രോഗ്രാംസ് നമുക്ക് റോമിനകത്ത്, പ്രോഗ്രാംസ് സ്റ്റോർ ചെയ്യുന്നത് റോമിനകത്താണ്. സോ പ്രോഗ്രാം മെമ്മറി എന്ന് പറയുന്നത് 4K to 256K വരെയാണ്. ഓക്കെ, അതുപോലെ IO പിൻസ് പാക്കേജ് എന്ന് പറയുന്നത് 28 പിൻ മുതൽ 100 പിൻസ് വരെ നമുക്ക് ഈ മെഗാ AVRനകത്ത് നമുക്ക് അവൈലബിൾ ആണ്. 28 പിൻസ് മുതൽ 100 പിൻസ് വരെ നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇൻസ്ട്രക്ഷൻസ്, അതിന് പ്രോഗ്രാം ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻ സെറ്റ് എന്ന് പറയുന്നത് ലാർജ് നമ്പർ ഓഫ് ഇൻസ്ട്രക്ഷൻസ്, അതായത് മോർ ദാൻ 120 ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. ഓക്കെ, സോ റിച്ച് ഇൻസ്ട്രക്ഷൻ സെറ്റ് ആണ്. അതുപോലെ എക്സ്റ്റെൻസീവ് പെരിഫറൽ സെറ്റ്, അതായത് നമുക്ക് പുതിയ എന്തെങ്കിലും പെരിഫറൽസ് ഒക്കെ നമുക്ക് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്റ്റെൻസീവ് ആയിട്ട് നമുക്ക് അതിനെ അറ്റാച്ച് ചെയ്യാൻ പറ്റും. അതാണ് മെഗാ AVR എന്ന് പറയുന്നത്. സോ മെഗാ AVRനകത്ത് പറഞ്ഞ നെയിമിംഗ് കൺവെൻഷൻ ഞാൻ പറഞ്ഞായിരുന്നു, 80 മെഗാ XXXX എന്നായിരുന്നു. സോ 80 മെഗാ 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 കിലോ ബൈറ്റ്സ് ഓഫ് പ്രോഗ്രാം മെമ്മറി, അതായത് റോമിന്റെ സൈസ് എന്ന് പറയുന്നത് 8K ആയിരിക്കും. അതുപോലെ 80 മെഗാ 16 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 16 കിലോ ബൈറ്റ്സ് ഓഫ് പ്രോഗ്രാം മെമ്മറി റോം സൈസ് ആണ്. അതുപോലെ 80 മെഗാ 32 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 32 കിലോ ബൈറ്റ്സ് ഓഫ് പ്രോഗ്രാം മെമ്മറിയാണ്, റോം മെമ്മറിയാണ്. അതുപോലെ 80 മെഗാ 64 എന്ന് പറയുന്നത് 64 കിലോ ബൈറ്റ്സ് ആണ്. അതുപോലെ 80 മെഗാ 128 എന്ന് പറഞ്ഞാൽ 128 കിലോ ബൈറ്റ്സ് ഓഫ് റോമിന്റെ സൈസ് ആണ് എപ്പോഴും നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത്. അതായത് പ്രോഗ്രാം സ്റ്റോർ ചെയ്യാനുള്ള സൈസ് എന്ന് പറയുന്നത് 8, 16, 32, 64, 128. അതൊരു പേരിന്റെ കൂടെ തന്നെ നമ്മളിത് പറഞ്ഞു കഴിഞ്ഞാൽ ആ സൈസ് വെച്ചിട്ട് നമുക്ക് പ്രോഗ്രാം റോമിന്റെ സൈസ് നമുക്ക് പറയാൻ പറ്റും. പിന്നെ നമ്പർ ഓഫ് പിൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 80 മെഗാ 8നകത്ത് 23 പിൻസ് വരെയുണ്ട്, 16നകത്ത് 32 വരെയുണ്ട്. അതുപോലെ മെഗാ 32നകത്ത് 32 IO പിൻസ് ഉണ്ട്, 64നകത്ത് 54 IO പിൻസ് ഉണ്ട്, 128നകത്ത് 86 IO പിൻസ് ഉണ്ട്. അതുപോലെ ADC, അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടേഴ്സിന്റെ കൗണ്ടും ടൈമേഴ്സിന്റെ കൗണ്ടും ഒക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഡേറ്റ റാമിന്റെയും ഈ റാമിന്റെ ഒക്കെ സൈസ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ മെയിൻ ആയിട്ട് റോമിന്റെ സൈസ് ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അതുപോലെ ഇതിനകത്തുള്ള എല്ലാ മെമ്മറിയും നമ്മൾ ആക്സസ് ചെയ്യുന്നത് ബൈറ്റ്സ് ആയിട്ടാണ്. IO ഡിവൈസസ് ആയാലും അതുപോലെ തന്നെ ഇന്റേണൽ റാം മെമ്മറി ആയാലും ബൈറ്റ്സ് ആയിട്ടായിരിക്കും നമ്മൾ ആക്സസ് ചെയ്യുന്നത്. അതുപോലെ എല്ലാ മെഗാ AVRനകത്തും USART കണക്ടിവിറ്റിയും പോസിബിൾ ആണ്. ഓക്കെ, അടുത്തത് ടൈനി AVR. സോ ടൈനി AVRന്റെ പേര് കൊടുക്കുന്നത് എങ്ങനെയാണ്, 80 ടൈനി XXXX എന്നാണ്. സോ ഇതിന്റെ സൈസ്, പ്രോഗ്രാം സൈസ്, അതായത് മെഗായെക്കാളും കുറവാണ്, 1K to 8K വരെയാണ് ഇതിന്റെ പ്രോഗ്രാം മെമ്മറി സൈസ് അല്ലെങ്കിൽ റോമിന്റെ സൈസ്. 1 കിലോ ബൈറ്റ്സ് ടു 8 കിലോ ബൈറ്റ്സ് ആണ്. അതുപോലെ പിൻസ്, IO പിൻസിന്റെ സൈസ് എന്ന് പറയുന്നത് 8 to 28 പിൻസ് ആണ്. 8 to 28 പിൻസ് പാക്കേജ് ആണുള്ളത്.
അതുപോലെ ഇൻസ്ട്രക്ഷൻ സെറ്റ് വളരെ ലിമിറ്റഡ് ആണ്, പെരിഫറൽ സെറ്റും വളരെ ലിമിറ്റഡ് ആയിട്ടേ നമുക്ക് ടൈനിക്കകത്ത് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇതിനകത്തുള്ള പല കാറ്റഗറീസ് എന്ന് പറയുന്നത് AT Tiny 1.3, AT Tiny 2.5, AT Tiny 4.4, AT Tiny 8.4. സോ ഇതിനകത്തുള്ള ആദ്യത്തെ AT Atmel ടൈനി എന്ന് പറയുന്നത് AVR കാറ്റഗറി, ദെൻ അതുപോലെ 1.3 അകത്തുള്ള ഈ വരുന്ന ഈ 2 ഡിജിറ്റ് നമ്പറിനകത്തുള്ള ഫസ്റ്റ് ഡിജിറ്റ് വെച്ചിട്ടാണ് നമുക്ക് ഇതിന്റെ സൈസ് പറയാൻ പറ്റുന്നത്, റോമിന്റെ സൈസ് നമുക്ക് പറയാൻ പറ്റുന്നത്. ഓക്കെ, സോ ഇവിടെ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 കിലോബൈറ്റ്, സോറി 1 into 8 കിലോബൈറ്റ്സ് ആയിട്ടാണ്. 1 into 8 ആ ഫസ്റ്റ് കാണുന്ന നമ്പറിനെ 8 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നതായിരിക്കും അതിന്റെ റോമിന്റെ സൈസ്. സോ 1 into 8 കിലോബൈറ്റ്സ്. അതുപോലെ 2 into 8 16 കിലോബൈറ്റ്സ് ആയിരിക്കും റോമിന്റെ സൈസ്. അതുപോലെ 4 into 8 32 കിലോബൈറ്റ്സ്. അതുപോലെ 8 into 8 64 കിലോബൈറ്റ്സ്. അപ്പൊ ടൈനിക്ക് അകത്ത് നമ്മൾ റോമിന്റെ സൈസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഫസ്റ്റ് ഡിജിറ്റിന്റെ കൂടെ 8 മൾട്ടിപ്ലൈ ചെയ്യുക, അത്രയും കിലോബൈറ്റ്സ് ആയിരിക്കും അതിന്റെ റോമിന്റെ സൈസ് എന്ന് പറയുന്നത്. ഓക്കെ, ബാക്കി ADC 8 നമ്പർ ആണ്. അതുപോലെ ടൈമേഴ്സ് ഒക്കെ 3 എണ്ണം, 8 ADCs വരെ യൂസ് ചെയ്യാൻ പറ്റും. ടൈമേഴ്സ് ആദ്യത്തെ 3 എണ്ണത്തിൽ 3 ടൈമേഴ്സ് വരെ യൂസ് ചെയ്യാൻ പറ്റും. ലാസ്റ്റ് വണ്ണിൽ 4 ടൈമേഴ്സ് വരെ പറ്റും. ഓക്കെ, അതാണ് ടൈനി AVRന്റെ പ്രത്യേകത. അടുത്തത് സ്പെഷ്യൽ പർപ്പസ് AVR. സോ സ്പെഷ്യൽ പർപ്പസ് AVR കൊണ്ട് ഉദ്ദേശിക്കുന്നത് വേറൊന്നുമല്ല, നമുക്ക് ഈ AVR ചിപ്പിന്റെ കൂടെ നമുക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ഫീച്ചേഴ്സ് നമുക്ക് ഇപ്പൊ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന AVR കാറ്റഗറിയാണ് സ്പെഷ്യൽ പർപ്പസ് AVR. സോ ഇതിന്റെ പ്രത്യേകത നമുക്കിപ്പോൾ LCD കൺട്രോളറോ അല്ലെങ്കിൽ ഒരു USB കൺട്രോളറോ അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്ക് ഇഥർനെറ്റ് കൺട്രോളറോ അല്ലെങ്കിൽ ഒരു സിഗ്ബി കൺട്രോളറോ ഒക്കെ നമുക്ക് നമ്മുടെ AVRന്റെ കൂടെ മൈക്രോ കൺട്രോളറിന്റെ കൂടെ വേണമെങ്കിൽ AVRന്റെ സ്പെഷ്യൽ പർപ്പസ് കാറ്റഗറി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ സ്പെഷ്യൽ കേപ്പബിലിറ്റീസ് ഉള്ള ഒരു ക്ലാസ് ആണ് സ്പെഷ്യൽ പർപ്പസ് AVR എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്തത് എന്താണ്? AVRന്റെ പ്രൊഡക്റ്റ് നമ്പർ സ്കീം ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. നെയിമിംഗ് കൺവെൻഷൻ എങ്ങനെയായിരുന്നു? AT മെഗാ 16. ഇത് മെഗാ AVRന്റെതാണ് ഈ കൊടുത്തിരിക്കുന്നത്. AT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ്മെൽ കമ്പനി, മെഗാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AVRന്റെ മെഗാ കാറ്റഗറി, 16 എന്ന് പറയുന്നത് 16 കിലോബൈറ്റ്സ് ഓഫ് പ്രോഗ്രാം മെമ്മറി അല്ലെങ്കിൽ റോമിന്റെ സൈസ് 16 ആയിരിക്കും. ടൈനി എന്ന് പറയുമ്പോൾ അതിനകത്തുള്ള ഫസ്റ്റ് ഡിജിറ്റിന്റെ കൂടെ AT Tiny 1.3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 into 8 കിലോബൈറ്റ്സ് ആയിരിക്കും. 2.5 എന്ന് പറഞ്ഞാൽ 2 into 8 16 കിലോബൈറ്റ്സ് ആയിരിക്കും. അങ്ങനെയാണ് അതിന്റെ പേര് പറയുന്നത്. അപ്പൊ ഇത്രയുമാണ് AVRന്റെ ഫസ്റ്റ് ഇൻട്രോഡക്ടറി പാർട്ട് എന്ന് പറയുന്നത്. സോ ഇനി വരുന്നതെല്ലാം AVRന്റെ പ്രോഗ്രാമിംഗ് ആണ്. പിന്നെ നമ്മൾ പഠിക്കാൻ പോകുന്നതെല്ലാം പ്രോഗ്രാമിംഗ് കാര്യങ്ങളൊക്കെയാണ്. സോ ഇതുവരെയുള്ള ഫസ്റ്റ് പാർട്ടിനകത്ത് നിന്ന് ചോദിച്ചിട്ടുള്ള യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം, ഏതൊക്കെയാന്നുള്ളത് നോക്കാം. സോ ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ, ഒരു യൂണിവേഴ്സിറ്റി, ഇതെല്ലാം ഞാൻ തന്നെ പല യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യനിൽ നിന്നും ഈ പാർട്ടിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. സോ അതിനകത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, റൈറ്റ് ബ്ലോക്ക് ഡയഗ്രാം, എക്സ്പ്ലെയിൻ ദ ആർക്കിടെക്ചർ ഓഫ് AVR മൈക്രോ കൺട്രോളർ. AVR മൈക്രോ കൺട്രോളറിന്റെ ആർക്കിടെക്ചർ ആണ് ക്വസ്റ്റ്യൻ. സോ AVR മൈക്രോ കൺട്രോളറിന്റെ ആർക്കിടെക്ചർ നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ? ഏതായിരുന്നു AVR മൈക്രോ കൺട്രോളറിന്റെ ആർക്കിടെക്ചർ? ഓർമ്മയുണ്ടോ? IO പോർട്ടും അതുപോലെ തന്നെ റാമും റോമും പ്രോമും എന്താണ് പിന്നെ ടൈമറും ADC ഒക്കെ ഉള്ളതായിരുന്നു നമ്മുടെ AVR ആർക്കിടെക്ചർ. ജസ്റ്റ് ഒരു സെക്കൻഡ്, ഞാൻ ആ ആർക്കിടെക്ചർ നിങ്ങൾക്ക് കാണിച്ചു തരാം. AVR ആർക്കിടെക്ചർ. സോ ഇതായിരുന്നു നമ്മുടെ AVRന്റെ ആർക്കിടെക്ചർ. ഏതാണ്? ഒരു CPU കാണും, CPUന്റെ കൂടെ പ്രോഗ്രാംസ് സ്റ്റോർ ചെയ്യുന്നത് ഈ ഒരു റോമിനകത്തായിരിക്കും. ആ റോമിന്റെ സൈസാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. മെഗായ്ക്കകത്ത് 4K to 256K, ടൈനിക്കകത്ത് 1 to 8K എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ. ഈ റോമിന്റെ സൈസാണ്. പ്രോഗ്രാം സ്റ്റോർ ചെയ്യുന്നത് ഈ റോമിലാണ്. പിന്നെ റാം എന്ന് പറഞ്ഞാൽ ഡേറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ടെമ്പററി ഡേറ്റാസ് ഒക്കെ സ്റ്റോർ ചെയ്യാനുള്ള റാം ഉണ്ട്. അതുപോലെ പ്രോം ഉണ്ട്, ഡേറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. ടൈമർ ഉണ്ട്. ഈ മൈക്രോ കൺട്രോളറിന്റെ ആക്ടിവിറ്റീസിന്റെ ഓപ്പറേഷൻസ്, കൗണ്ടിങ് ഓപ്പറേഷൻസും ഒക്കെ ചെയ്യാൻ വേണ്ടി ടൈമർ ഉണ്ട്. പിന്നെ അതർ പെരിഫറൽസ് ഏതാണ്? നമ്മുടെ USART, അതുപോലെ തന്നെ ADC ഒക്കെയാണ് അതർ പെരിഫറൽസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന. പോർട്ട് IO പിന്നുകൾ മെഗാക്കകത്ത് 28 to 100 പിൻസ് വരെ ഉണ്ട്. ടൈനിക്കകത്ത് എന്താണ് 1 to 28 പിൻസ് വരെ നമുക്ക് 8 to 128 പിൻസ് വരെ നമുക്കുണ്ട് ടൈനിക്കകത്ത്. അതുപോലെ ഇന്ററപ്റ്റ് യൂണിറ്റ്, ഇതെല്ലാം കൂടെ ചേരുന്നതാണ് AVR മൈക്രോ കൺട്രോളറിന്റെ ആർക്കിടെക്ചർ. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ ആർക്കിടെക്ചർ തന്നെ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ലിസ്റ്റ് എനി 6 ഫീച്ചേഴ്സ് ഓഫ് AVR കൺട്രോളർ. AVR കൺട്രോളറിന്റെ 6 ഫീച്ചേഴ്സ് ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ,
സോ അതായത് നമ്മളത് ആദ്യമേ തന്നെ ആർക്കിടെക്ചർ പഠിക്കുന്നതിന് മുന്നേ പറഞ്ഞതായിരുന്നു AVR മൈക്രോ കൺട്രോളറിന്റെ ഫീച്ചേഴ്സ് നമ്മൾ പറഞ്ഞായിരുന്നു. ഏതൊക്കെയായിരുന്നു? ഇതൊരു 8-ബിറ്റ് മൈക്രോ കൺട്രോളർ ആണ്. 8-ബിറ്റ് മൈക്രോ കൺട്രോളർ ആണ്. റിസ്ക് റെഡ്യൂസ്ഡ് ഇൻസ്ട്രക്ഷൻ സെറ്റ് CPU ആണ്. അതുപോലെ സിംഗിൾ ചിപ്പ് മൈക്രോ കൺട്രോളർ. ഹാർവാർഡ് ആർക്കിടെക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം, സെപ്പറേറ്റ് അഡ്രസ് ലൈൻസും ഡേറ്റ ലൈൻസും പ്രോഗ്രാമിനും ഡേറ്റയ്ക്കും സെപ്പറേറ്റ് അഡ്രസ് ലൈൻസും ഡേറ്റ ലൈൻസും യൂസ് ചെയ്യുന്നതാണ് ഹാർവാർഡ് ആർക്കിടെക്ചർ. അതുപോലെ അതിനകത്ത് നമ്മുടെ ആ ബ്ലോക്ക് ഡയഗ്രത്തിനകത്തുള്ള അതിന് എന്താണ്, റോം ഉണ്ട്, റാം ഉണ്ട്, EEPROM ഉണ്ട്, ടൈമർ ഉണ്ട്, IO പോർട്സ് ഉണ്ട്. ഇതൊക്കെയാണ് ഇതിന്റെ ഫീച്ചേഴ്സ്, AVRന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AVRന്റെ ഫീച്ചേഴ്സ് കഴിഞ്ഞിട്ട് കമ്പയർ മൈക്രോ പ്രോസസർ ആൻഡ് മൈക്രോ കൺട്രോളർ. അപ്പൊ മൈക്രോ പ്രോസസറിന്റെയും മൈക്രോ കൺട്രോളറിന്റെയും ഡിഫറൻസ് നമ്മൾ പഠിച്ചായിരുന്നു. അപ്പൊ അതിനകത്ത് മെയിൻ ആയിട്ട് നമുക്ക് ചെയ്യാം, ഇത് സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, കമ്പയർ മൈക്രോ പ്രോസസർ ആൻഡ് മൈക്രോ കൺട്രോളർ. എല്ലാ ക്വസ്റ്റ്യൻസിലും ഈ ഒരു ക്വസ്റ്റ്യൻ കാണും, എല്ലാ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യനിലും ഈ മൈക്രോ പ്രോസസറും മൈക്രോ കൺട്രോളറും തമ്മിലുള്ള ഡിഫറൻസ് കാണാം. അപ്പൊ അതിനകത്ത് ഫസ്റ്റ് നിങ്ങൾ ചെയ്യുമ്പോൾ തന്നെ എന്ത് ചെയ്യുക, അതാ ഈ ഒരു ഡയഗ്രാം തന്നെ ആദ്യം കാണിക്കുക. ഇത് തന്നെയാണ് അതിന്റെ മെയിൻ ഡിഫറൻസ്. എന്താണ്, മൈക്രോ കൺട്രോളറിനകത്ത് CPU കൂടെ തന്നെ റാമും റോമും എന്താണ് ടൈമറും IO പെരിഫറൽസും എല്ലാം കൂടെ തന്നെ ഒരൊറ്റ ചിപ്പിനകത്ത് ചെയ്തു വെച്ചിരിക്കുന്നതാണ് മൈക്രോ കൺട്രോളർ. പക്ഷെ മൈക്രോ പ്രോസസർ എന്ന് പറയുമ്പോൾ ജസ്റ്റ് CPU മാത്രമേ കാണത്തുള്ളൂ. അതൊരു സിസ്റ്റമായിട്ട് ആക്ട് ചെയ്യണമെങ്കിൽ എക്സ്റ്റേണലി നമ്മൾ ഇതെല്ലാം കൂടെ ഇന്റർഫേസ് ചെയ്ത് CPU കൂടെ അറ്റാച്ച് ചെയ്യണം. അത് തന്നെയാണ് അതിന്റെ മെയിൻ ഡിഫറൻസ്. ഓക്കെ, മെയിൻ കമ്പാരിസൺ. ഇനി നമുക്ക് ഓരോന്ന് നമ്മൾ ഏകദേശം ഒരു 14 ഡിഫറൻസസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ഓരോന്ന് ലിസ്റ്റ് ചെയ്യുക. അതിനകത്തുള്ള ഏതെങ്കിലും 6 എണ്ണം നമ്മൾ പഠിച്ചു വെച്ചേക്കുക. എല്ലാം നമുക്ക് ഇതിൽ നിന്നും പറയാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നോക്കട്ടെ. സോ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പയർ മൈക്രോ പ്രോസസർ ആൻഡ് മൈക്രോ കൺട്രോളർ. നെക്സ്റ്റ്, നെയിം എനി 2 ഗ്രൂപ്പ്സ് ഓഫ് AVR ഫാമിലി. AVR ഫാമിലിയുടെ ഗ്രൂപ്പ്സ് നമ്മൾ പറഞ്ഞായിരുന്നു. ഏതൊക്കെയായിരുന്നു AVR ഫാമിലിയുടെ ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ക്ലാസിക്, മെഗാ, ടൈനി, സ്പെഷ്യൽ പർപ്പസ്. ക്ലാസിക്, മെഗാ, ടൈനി, സ്പെഷ്യൽ പർപ്പസ്. 4 ക്ലാസ്സസ് ആണുള്ളത്. ക്ലാസിക്, മെഗാ, ടൈനി, സ്പെഷ്യൽ പർപ്പസ്. ഇതാണ് AVR ഫാമിലി ഗ്രൂപ്പ്സ്. ഓക്കെ, അത് ലിസ്റ്റ് ചെയ്യാനാണ് അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അത് ലിസ്റ്റ് ചെയ്തിട്ട് അതിന്റെ ഒരു പ്രത്യേകത പറയണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നെയിം എനി 2 ഗ്രൂപ്പ്സ് ഓഫ് AVR ഫാമിലി. ബ്ലോക്ക് ഡയഗ്രാം, AVR ആർക്കിടെക്ചർ, അതുപോലെ ഡിഫറൻഷിയേറ്റ് മൈക്രോ കൺട്രോളേഴ്സ് ആൻഡ് മൈക്രോ പ്രോസസർ. അടുത്തത്, റൈറ്റ് ദ ഓൺ ചിപ്പ് മെമ്മറി പ്രോഗ്രാം സൈസ് ഓഫ് 80 MB32. നോക്കിക്കേ, റൈറ്റ് ദ ഓൺ ചിപ്പ് പ്രോഗ്രാം മെമ്മറി സൈസ് ഓഫ് 80 MB32. 80 MB32ന്റെ പ്രോഗ്രാം മെമ്മറി സൈസ് എത്രയാണെന്നാണ്. ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് അതിന്റെ പ്രോഗ്രാം മെമ്മറി സൈസ് പറയാൻ പറ്റും. 32 KB ആണ്. ഓക്കെ, 32 KB. AT എന്ന് പറയുന്നത് എന്താണ്, HML കമ്പനി. മെഗാ എന്ന് പറയുന്നത് AVR കാറ്റഗറി. 32 എന്ന് പറയുന്നത് അതിന്റെ പ്രോഗ്രാം ഫ്ലാഷ് മെമ്മറി സൈസ് ആണ്. ഓക്കെ, അടുത്തത്, റൈറ്റ് ദ നെയിം ഓഫ് ഫാമിലി ഗ്രൂപ്പ്സ് ഓഫ് AVR മൈക്രോ കൺട്രോളർ. നമ്മളിപ്പോ പറഞ്ഞത് തന്നെയാണ് 4 ഗ്രൂപ്പ്സ്. അപ്പൊ മെയിൻ ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഇതാണ്. AVR ആർക്കിടെക്ചർ എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കും, AVRന്റെ ഫീച്ചേഴ്സ് ചോദിക്കും, അതുപോലെ തന്നെ എന്താണ് കമ്പയർ ചെയ്യാൻ മൈക്രോ പ്രോസസറും മൈക്രോ കൺട്രോളറും തമ്മിൽ കമ്പയർ ചെയ്യാൻ ചോദിക്കും. അതുപോലെ എന്താണ് ഫാമിലി ഗ്രൂപ്പ്സ്, AVRന്റെ ഫാമിലി ഗ്രൂപ്പ്സ് ഏതൊക്കെയാണെന്നുള്ളത് ചോദിക്കും. ഇത്രയാണ് ഇതിനകത്ത് വരുന്ന മെയിൻ ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഇനി ബാക്കി നമുക്ക് എന്താണ് ഇതിന്റെ പ്രോഗ്രാമിംഗ് ആണ് നമ്മൾ